UDF ഭരിക്കുന്ന ഇടുക്കി തൊടുപുഴ നഗരസഭയിലും ഭരണപ്രതിസന്ധി രൂക്ഷം. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയെങ്കിലും മുന്നണിക്കുള്ളിലെ പോരും ഉദ്യോഗസ്ഥ ക്ഷാമവും നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചതായാണ് ആക്ഷേപം. പാലാ നഗരസഭയ്ക്ക് പിന്നാലെ തൊടുപുഴ നഗരസഭയിലും ഭരണപ്രതിസന്ധി രൂക്ഷമാകുന്നു. 22 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരമേറ്റ UDF ഭരണസമിതിക്ക് 6 മാസം പിന്നിട്ടിട്ടും നഗരസഭാ ഭരണത്തിൽ താളം കണ്ടെത്താനായിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും പാളിയെന്നാണ് പ്രധാന വിമർശനം. മുന്നണി ധാരണ പ്രകാരം ആദ്യഘട്ടത്തിൽ അധ്യക്ഷ പദവി മുസ്ലിം ലീഗിന് നൽകിയെങ്കിലും കൗൺസിലർമാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം ഭരണത്തെ ബാധിച്ചിരിക്കുകയാണ്. കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം കൗൺസിലർമാർ അധ്യക്ഷ സാബിറ ജലീൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തൊടുപുഴയിലെ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനം വാടകയ്ക്ക് നൽകുന്നതിലും മങ്ങാട്ടുകവലയിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുന്നതിലും ചെയർപേഴ്സൺ സ്വീകരിച്ച കർശന നിലപാടുകളെ കൗൺസിലിലെ ഒരു വിഭാഗം നേതാക്കൾ അട്ടിമറിച്ചതായും ആരോപണമുണ്ട്. രാജിവെക്കേണ്ട സാഹചര്യം വന്നാൽ അക്കാര്യം മുന്നണി നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇപ്പൊ നിലവിൽ എനിക്കിപ്പോഴും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്റ്റാഫുകൾ കുറവുണ്ട്. അതൊരു നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. നഗരസഭാ ഉപാധ്യക്ഷനും ലീഗിലെ ഒരു വിഭാഗവും ചേർന്നാണ് ഭരണപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും ആക്ഷേപമുണ്ട്. നഗരസഭയിൽ സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തതും മറ്റ് സുപ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. നിലവിലെ ഭരണസമ്പന്നത്തിനെതിരെ കടുത്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇടതുമുന്നണി. ചെയർപേഴ്സണെ മാറ്റാനുള്ള അണിയറ നീക്കങ്ങൾ സജീവമായ ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ നിർണായകമാകും. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.